ഞാനെന്റെ വീട്ടുകാരെ കാണുന്നതിലും കൂടുതൽ ഇപ്പോൾ നിന്നെയാണ് കാണുന്നത്. യുഎസ് ഓപ്പണിൽ ജാനിക് സിന്നറെ തോൽപ്പിച്ചുകൊണ്ട് കാർലോസ് അൽക്കാരസ് പറഞ്ഞ വാക്കുകളാണിത്. പതിറ്റാണ്ടുകളായി ടെന്നീസ് ലോകം അടക്കി ഭരിച്ച റോജർ ഫെഡറർ, റാഫേൽ നഡാൽ, നൊവാക് ജോക്കോവിച്ച് എന്നിവരുടെ യുഗത്തിനു ശേഷം കഴിഞ്ഞ 2 വർഷങ്ങളായി ടെന്നീസ് ലോകം ഭരിക്കുന്നത് ഇറ്റലിക്കാരനായ ജാനിക് സിന്നറും സ്പെയിൻകാരനായ കാർലോസ് അൽക്കാരസുമാണ്. 2022 യുഎസ് ഓപ്പണിലാണ് കാർലോസ് അൽക്കാരസ് ടെന്നീസ് ലോകത്തെ ഞെട്ടിച്ചത്. കാസ്പർ റൂഡിനെ തോൽപ്പിച്ചുകൊണ്ട് ആദ്യ ഗ്രാൻഡ്സ്ലാം സ്വന്തമാക്കിയപ്പോൾ ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷതാരമെന്ന റെക്കോർഡും അദ്ദേഹത്തെ തേടിയെത്തി. 19 വയസ്സായിരുന്നു അൽക്കാരസിന്റെ അന്നത്തെ പ്രായം. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ജയിച്ചുകൊണ്ടാണ് ജാനിക് സിന്നർ വരവറിയിക്കുന്നത്. കൂടാതെ അതേ വർഷം തന്നെ യുഎസ് ഓപ്പണും സ്വന്തമാക്കി. തുടർന്ന് 2024 ജൂണിൽ ടെന്നീസ് റാങ്കിങ്ങിൽ ആദ്യമായി ഒന്നാമതെത്തി. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇറ്റാലിയൻ താരമാണ്. കാർലോസ് അൽക്കാരസ് തന്റെ കളിയെ അസാമാന്യമായ അത്ലറ്റിസവും വൈവിധ്യവും കൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ടെന്നീസ് കോർട്ടിലെ അദ്ദേഹത്തിന്റെ വേഗത, പ്രതിരോധിക്കാനുള്ള കഴിവ്, പിന്നെ അപ്രതീക്ഷിതമായി കളിക്കുന്ന ഡ്രോപ്പ് ഷോട്ടുകളും സ്ലൈസുകളും അദ്ദേഹത്തെ കൂടുതൽ അപകടകാരിയാക്കുന്നു. ഫോർഹാൻഡ് ഷോട്ടുകൾ കളിക്കാൻ അസാമാന്യ കഴിവുള്ളൊരു പ്ലെയർ കൂടിയാണ് അൽക്കാരസ്. മറുവശത്ത് ജാനിക് സിന്നർ തന്റെ അസാമാന്യമായ പവർ ഹിറ്റിങ്ങിലൂടെയാണ് എതിരാളികളെ കീഴ്പ്പെടുത്തുന്നത്. കോർട്ടിന്റെ ഇരുവശങ്ങളിൽ നിന്നും ഷോട്ടുകൾ അടിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് വിസ്മയിപ്പിക്കുന്നതാണ്. നീണ്ട റാലികൾ കളിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് എതിരാളികളുടെ മേൽ കൃത്യമായ അഡ്വാൻറ്റേജ് നേടുന്നതിൽ അദ്ദേഹത്തെ സഹായിക്കുന്നു. ഇതിഹാസ താരം ജോക്കോവിച്ചിന്റെ കളിശൈലിയുമായി ഏറെ സാമ്യമുള്ളതാണ് സിന്നറുടെ കളിശൈലിയും. അൽക്കാരസും സിന്നറും ഏറ്റുമുട്ടിയ 15 മത്സരങ്ങളിൽ 10ലും അൽക്കാരസ് വിജയം നേടി. കൂടാതെ 6 തവണ ഗ്രാൻഡ്സ്ലാമുകളിൽ ഏറ്റുമുട്ടിയപ്പോൾ അതിൽ 4ലും അൽക്കാരസാണ് വിജയിച്ചത്. ഈ കഴിഞ്ഞ യുഎസ് ഓപ്പൺ കൂടി നേടിയതോടെ അൽക്കാരസിന് ഈ വർഷം 2 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങളായി. ഫ്രഞ്ച് ഓപ്പണും യുഎസ് ഓപ്പണും അൽക്കാരസ് വിജയിച്ചപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പണും വിംബിൾഡണും സിന്നർ സ്വന്തമാക്കി. അവസാനമായി നടന്ന 8 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങളും സിന്നറും അൽക്കാരസുമാണ് നേടിയത്. 2006-2007 വർഷങ്ങളിൽ റോജർ ഫെഡററും റാഫേൽ നദാലും കിരീടങ്ങൾ വാരിക്കൂട്ടിയതിനു ശേഷം ഇതാദ്യമായാണ് 2 താരങ്ങൾ 2 സീസണിലെ മുഴുവൻ കിരീടങ്ങളും സ്വന്തമാക്കുന്നത്. 22 വയസ്സുള്ള അൽക്കാരസും 24 വയസ്സുള്ള ജാനിക് സിന്നറും കരിയർ സ്ലാമിന് തൊട്ടരികിലാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയാൽ അൽക്കാരസിനും ഫ്രഞ്ച് ഓപ്പൺ നേടിയാൽ സിന്നറിനും കരിയർ സ്ലാം സ്വന്തമാക്കാം. കിരീടക്കണക്കിൽ അൽക്കാരസാണ് മുന്നിൽ. 6 ഗ്രാൻഡ്സ്ലാം ഉൾപ്പെടെ 14 കിരീടങ്ങൾ അൽക്കാരസിന്റെ ഷെൽഫിലുണ്ട്. ജാനിക് സിന്നറിന് 4 ഗ്രാൻഡ്സ്ലാം ഉൾപ്പെടെ 9 കിരീടങ്ങളാണ് ഉള്ളത്. വരും വർഷങ്ങളിലും ഈ യുവതാരങ്ങൾ ഇതേ പ്രകടനം തുടർന്നാൽ പല റെക്കോർഡുകളും പഴങ്കഥയാകുമെന്നതിൽ തർക്കമില്ല.